ഷെഫീന തെർസ്താത്തയുടെ ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോണാക്കുപ്പി പോലും ഞാൻ. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ദിവസം കഴിയുന്നതനുസരിച്ച് രേണുസുധിയുടെ പ്രശ്നങ്ങളായിട്ട് ഓരോരുത്തർ പുറത്ത് വരുവാണല്ലോ അമ്മച്ചി. സോറി, രേഷ്മ പി തങ്കച്ചൻ. രേണുസുധി എന്നുള്ള പേര് നിങ്ങൾ മാറ്റിയല്ലോ, ഇനിയിപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കാം. എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞു ഷൂട്ടിന് ഇടയ്ക്ക്. 28-29 ടേക്ക് ആയിട്ട് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. ഇത് രേണുസുധിയുടെ ആൽബം പ്രൊഡ്യൂസറാണ്. രേഷ്മ പി തങ്കച്ചനെ അഭിനയിക്കാൻ അറിയത്തില്ല എന്നുള്ള കാര്യം ഏതൊരാൾക്കും അറിയാവുന്നതാണ്. നിങ്ങളത് അറിഞ്ഞിട്ട് തന്നെയല്ലേ രേഷ്മ പി തങ്കച്ചനെ ആൽബത്തിന് വിളിച്ചുകൊണ്ട് പോയത്. നിങ്ങൾക്ക് നെഗറ്റീവ് റീച്ച് വേണമായിരുന്നു, നിങ്ങൾ അതുകൊണ്ട് രേണുസുധിനെ വിളിച്ചുകൊണ്ട് പോയി, രേഷ്മ പി തങ്കച്ചനെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരുമോ? നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ ബൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരും എന്ന് പറയും. അതല്ലേ പറഞ്ഞത്, രേണുസുധിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഈ രേണുസുധിനെ അഭിനയിക്കാൻ വിളിക്കുന്ന ആൾക്കാർ മൊത്തം രേണുസുധിയുടെ നെഗറ്റീവ് റീച്ച് കണ്ടിട്ട് വിളിക്കുന്നതാണ്, അല്ലാണ്ട് രേണുസുധിക്ക് അഭിനയിക്കാൻ അറിയാം എന്ന് കണ്ടിട്ട് വിളിക്കുന്നതല്ല. ഒന്ന് ഓടിച്ചു തരും എന്ന് പറയൂ, ആരെങ്കിലും പറയൂ. പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരല്ലാതെ പഠിക്കാനുള്ള മോളതയോട് കൂടി നിൽക്കണം. അഹങ്കാരമൊക്കെ കുടുംബ സ്വത്താ, അതൊന്നും അങ്ങനെയൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. ഇനി പട്ടിണി കിടന്നാലും ശരി, അഹങ്കാരത്തിനൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. അതൊരു തരം കുടുംബ സ്വത്താ, പാരമ്പര്യമായിട്ട് വന്നതാ. അതുകൊണ്ടാണല്ലോ വീടും സ്ഥലം തന്നവരൊക്കെ തെറി വിളിച്ചത്. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? സഹകരണം വേണം. എനിക്കത് വലിയ കാര്യത്തിൽ അറിയില്ല, നമ്മളിതൊന്നും കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തു കാണണം. ഈ മദ്യപിക്കുന്ന പിക്ചർ മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. മദ്യപാനം അവരുടെ പേഴ്സണൽ കാര്യം. അവരിപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും വന്ന് പറയാറുണ്ട് ഞാൻ മാജിക് മൊമെൻ്റ് അടിക്കും. പക്ഷേ ഈ മാജിക് മൊമെൻ്റ് അടിച്ചതിന് ശേഷം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാറ്ററാണ്. ഒരു സാധനത്തിനോട് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് ചെയ്യാതെ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ട് പറയിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട് അറിയണോ. സോറി, രേഷ്മ പി തങ്കച്ച. ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്, ഇവരുടെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം മണമൊന്നുമില്ല, പക്ഷെ ആള് പക്കാ വയലന്റ്, പുറത്തേക്ക് ഇറങ്ങുക. കള്ള്, സിഗരറ്റ്, മദ്യം, ഇനി വേറെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ കേൾക്കാൻ? അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് നിൽക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് കൂടെ ഒച്ച ഉണ്ടാക്കുക. അതൊരു രസം. ഇവിടെ ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഇവന്മാരെടുത്തിട്ടില്ല. അമ്മാര് ജീവിക്കുന്നതേ രേഷ്മ പി തങ്കച്ചനെ വിറ്റിട്ടാ. അപ്പോൾ ചേട്ടൻ അങ്ങനെയൊക്കെ പറയാവോ? അങ്ങനെ ജീവിക്കുന്ന അവന്മാര് രേണുസുധിയുടെ നെഗറ്റീവ് എടുത്തിട്ട് വെളിയിൽ വിടൂല്ല. കാരണം അവന്മാർക്ക് രേണുസുധിനെ വിറ്റ് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. രേണുസുധി ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേരിനി വരില്ല, രേണുസുധി തന്നെ ഇരിക്കട്ടെ പണ്ടാരം. കറിമാരാണല്ലോ കൊണ്ടുപോയി ഈ കുളത്തിലാക്കിയത്. ഉമ്മാരെടുത്താൽ എന്തായിരിക്കും ഇവിടെ എങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാൻ? സാധാരണ മുക്കിയാലും മുള്ളിയാലും എടുക്കുന്ന അമ്മ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്, അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെ ആക്കില്ലേ, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈയ്യറ്റിക്ക, ഒന്നും വേണോന്ന് ചോദിച്ചിട്ടില്ല, അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. എന്താ അവര് നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാന്? ഞാൻ പറഞ്ഞത് ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ട് ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി നിർത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു വർക്ക് ഏറ്റെടുത്തിട്ട് അതിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഈ വർക്ക് ഏറ്റെടുക്കുന്നതിന് മുമ്പേ അതിലുള്ള സ്ക്രിപ്റ്റ് എന്താണ്, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, ഡ്രസ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇവർ കൊടുക്കുമല്ലോ.
അതെല്ലാം കൊടുത്ത് എല്ലാത്തിനും ഓക്കെ പറഞ്ഞ് ഒരു സമയമാകുമ്പോൾ എനിക്കിത് പറ്റത്തില്ല എന്ന് പറയുന്ന എന്ത് വൃത്തികെട്ട പരിപാടിയാണ് രേണുസുതി. സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല, ഇവര് മാത്രമേ വരാറുള്ളൂ. ഇവര് വീട്ടിൽ നിന്ന് വേറെ ആരും വരാറില്ലേ? മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്. മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ ആവട്ടെ, അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പോൾ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി വൈകിട്ടോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാലേ ചിലപ്പോൾ. പക്ഷെ താമരശ്ശേരിയാണ്, അങ്ങനത്തെ വിഷയം. പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അവർ വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങിപ്പോയ സ്ഥിതിക്ക് ആ പൈസ പിണങ്ങിപ്പോയതുമല്ല, പിണങ്ങിപ്പോയതല്ല, അവര് കിടന്ന് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ബേസിൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഈ ചെയ്യുന്ന ആൽബം ജനങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങൾ നോക്കിയോ? ചെയ്യൂല. കാരണം അവർക്ക് വേണ്ടത് രേണുസുതി ചെയ്യുന്ന കുറേ അപരാധങ്ങളാണ്. അല്ലാണ്ട് രേണുസുതി അഭിനയിക്കുന്ന ആൽബം ഏതാണോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഏതാണോ എന്നൊന്നല്ല അവന്മാർക്ക് അറിയേണ്ടത്. അവന്മാർക്ക് വേണ്ടത് രേണുസുതിയുടെ കുറച്ച് അപരാധങ്ങൾ വേണം. അതാകുമ്പോൾ നല്ല റീച്ച് കിട്ടും. ഈ ആൽബം എടുക്കുന്ന നിങ്ങൾക്ക് പറയാമല്ലോ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്താൻ പാടത്തില്ല എന്നുള്ളത്. നിങ്ങളത് പറഞ്ഞിട്ടില്ല, നിങ്ങളവരെ നിയന്ത്രിച്ചിട്ടില്ല. അത് നിങ്ങളുടെ തെറ്റ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ ഇവരെ കുറേ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണേലും കള്ളു കുടിക്കാമെന്നുള്ളതും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാം, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എൻ്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കരുന്ന്? അവർ സമ്മതിച്ചിട്ടുണ്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നായികേനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന്. അതൊക്കെ പറയട്ടെ, ആരാന്ന്? അതൊക്കെ ആരുടെ സെറ്റിൽ നിന്നാണ് കൊണ്ടുപോയെന്ന് പറയട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവരിപ്പോ ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ഇവിടെ ചെയ്തു? ദാസന്റെ കൂടെ ഒക്കെ ചെയ്തതല്ലേ? എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുണ്ട്, അവര് സ്ത്രീയാ. ഇവരൊന്നും വേണ്ട. ആ രണ്ട് വില്ലയിലും വ്യക്തമായിട്ട് CC ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നതും ഇവർ എന്നോട് ഞാൻ ചോദിക്കാൻ മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ ആ നിങ്ങളും കൂടി എടുത്തിട്ടാ. ഇവർ 21-30 ഇടുന്നോടത്ത് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആൾക്കാർക്ക് കാണാൻ പാടാവില്ലേ? ഇനി ഇട്ടോട്ടെ, ആർക്ക് വേണ്ടിയാലും അവർ ചെയ്യുന്നത്. ഇതൊക്കെ ആദ്യമേ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ എല്ലാം സമ്മതിച്ചു കൊടുത്ത് അവസാനം ഒന്നും നടക്കാത്ത അവസ്ഥയിലാകുമ്പോൾ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കണമായിരുന്നു, ആദ്യം തന്നെ വിലക്കണമായിരുന്നു. ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിലും ലിപ് ലോക്കിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം അദ്ദേഹം വോയിസ് അയച്ചു കൊടുത്തിട്ട് അത് കേട്ടിട്ട് ഓക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നിട്ട് അയ്യോ എനിക്കിത് പറ്റത്തില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും വന്ന് തുറന്നു നോക്കുമോ നിങ്ങളുടെ മെസ്സേജ്? നിങ്ങളിപ്പോൾ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഉളുപ്പുണ്ടോ? എല്ലാം ഏറ്റെടുത്തിട്ട് അവസാന നിമിഷം കാല് മാറാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും. ഇതിനൊക്കെ എക്സ്പ്ലനേഷനായിട്ട് രേണുസുതി വന്നിട്ടുണ്ട്, അതും കൂടെ കുറച്ച് കേൾക്കാം. രേണു ഒരുപാട് ആരോപണങ്ങൾ തുടരെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി,
അതിൽ ഒരുപാട് ആരോപണങ്ങൾ രേണു അതിൽ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോട് നമ്മളെ മീഡിയക്കാർ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻലാൽ എന്ന് പറഞ്ഞ ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഡയറക്ടർ ആയിരുന്നു. ഓരോരോ ആൽബത്തിന്റെ പേര് കുണുങ്ങി പോലും. അയാള് കുറെ നാൾ മുന്നേ എൻ്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കുക അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15 20 ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നിട്ട് ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ഷഫീന ബേബി പുറത്ത് വിട്ട സ്ക്രീൻഷോട്ടിലോ പറഞ്ഞ കാര്യങ്ങളിലോ ഇങ്ങനെ പറയുന്നതായിട്ട് എവിടെയും കാണുന്നില്ല. തെളിവുകളൊന്നും പുറത്ത് വരത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ കള്ളം പറയുന്നത്. പക്ഷെ എല്ലാം പുറത്ത് വന്നു രേണു അമ്മച്ചി. ഇനി എന്തോ ചെയ്യും, ഇനി എങ്ങനെ ന്യായീകരിക്കും? ഇവർ 2 പേരുടെയും വോയിസ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മളൊരു സാധനം കമ്മിറ്റ് ചെയ്തിട്ട് ഒരുമാതിരി ഇത് കാണിക്കരുത്. ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ രേണുസുതി ഓർക്കണമായിരുന്നു അപ്പുറത്തിരിക്കുന്നത് ഷഫീന ബീവിയാണ്. അവർ ചെകഞ്ഞെടുത്തോണ്ട് വരും. അങ്ങനെ എടുത്തോണ്ട് വന്നതാണ് ഇത്. ഇപ്പം കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ പിറകെ ഓരോന്നായിട്ട് അവർ പുറത്തുകൊണ്ട് വരും. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ടും എന്നോട് പറഞ്ഞത്. ആരുടെ ഒരു സോഡാ കുപ്പിയോ ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു പറ്റില്ല. ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45 20 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്നെ കൈ തന്നിട്ട് പറഞ്ഞ് ഇത് ഇടോ രേണുന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോയി. എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി. അവരുടെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഇവർ ഈ തെളിവുകളൊക്കെ പുറത്ത് ഇടുന്ന സമയത്ത് രേണു നീ നാറത്തേ ഉള്ളൂ. എപ്പോഴേ പറഞ്ഞേക്കാം, നാറാണക്കല്ലെടുക്കത്തേ ഉള്ളൂ. ഷെഫീന ദേവി പിന്നെ ഇതിൻ്റെ പാടക തൊനിഞ്ഞങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചോ. ഇനി അങ്ങോട്ട് കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ശരി എന്നാൽ.